ഞാനൊരു ഉപ്പുമലയുടെ മുന്നിലാ കാണാൻ പാടില്ല. എൻ്റെ പുറകില് എൻ്റെ പൊന്നെ നമ്മുടെ കയ്യിലേക്ക് ഉപ്പ് എത്തുന്നതിന് മുമ്പേ ഉപ്പ് ഈ ഫോമിലായിരിക്കും. ഇത് ഉപ്പ് പാടത്തുനിന്ന് നേരെ കോരിയിട്ടേക്കണാണ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എന്നാ ഉപ്പടാവേ. ഓ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരണം, ടേസ്റ്റ് ചെയ്യണം. നമുക്ക് ബാക്കിയൊക്കെ കാണാം, മാറിപ്പോന്ന് നിൽക്കുക. ഓക്കെ, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ 1 കിലോയുടെ ഉപ്പിൻ്റെ പാക്കറ്റ് കണ്ടിട്ടുണ്ട്, 5 കിലോയുടെ കണ്ടിട്ടുണ്ട്, മാക്സിമം 50 കിലോയുടെ ഉപ്പിൻ്റെ ചാക്കൂരെ കണ്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഉപ്പ് ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഉപ്പിൻ്റെ പർവ്വതങ്ങൾ കാണുന്നത്. എന്തോരെന്നറിയാമോ, ഇവിടെ ചോദിച്ചപ്പോഴും ഈ ഒരൊറ്റ കമ്പനി മാത്രം 1000 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ 1000 ഏക്കർ ഉപ്പിൻ്റെ ഈ ഉപ്പ് പാടം. അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്കൊന്ന് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതായത് ഉപ്പ് എങ്ങനെ ഉണ്ടാക്കാം. ഇതെന്നാ വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ക്ഷമിക്കുക, അല്ലാത്തവർക്ക് ചെറിയൊരു അറിവ് തരാമെന്ന് വെച്ചിട്ടാ. ഇത് ആദ്യം കടൽ വെള്ളം, അത് ചില സ്ഥലങ്ങളിൽ നിന്ന് കടലിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവർ ബോർ ചെയ്തിട്ട് വെള്ളം എടുത്ത് ആദ്യം ഒരു ഫാക്ടറിയിലേക്ക് കയറ്റി വിടും. അതിനകത്തുള്ള കെമിക്കൽ കണ്ടൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആ വെള്ളം ഫാക്ടറിയിൽ നിന്ന് പുറത്തു വിടും. ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വിടുന്ന വെള്ളം ഒരു 4-5 ഏക്കറുള്ള ഒരു പോണ്ടിലേക്ക് വിട്ടിട്ട് ആ പോണ്ട് ഓവർഫ്ലോ ചെയ്തിട്ട് അടുത്ത ഒരു കനാലിലൂടെ വന്ന് അപ്പം ഈ ഓവർഫ്ലോ ചെയ്ത് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഇതിൻ്റെ സെഡിമെൻറ്റുകൾ ഉണ്ടല്ലോ, ഊറല്. അപ്പോൾ ഈ വലിയ പോണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പം അതിനകത്തുള്ള ഊറൽ കെമിക്കൽ കണ്ടൻസ് ആദ്യം ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം മാറ്റി, പിന്നെ അതിൻ്റെ അകത്തുള്ള കക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ സെഡിമെൻ്റൊക്കെ ആ ടാങ്കിൽ അല്ലെങ്കിൽ ആ കുളത്തിൽ ഊറിക്കഴിഞ്ഞിട്ട് അത് ഓവർഫ്ലോ ചെയ്ത് ഉപ്പ് പാടങ്ങളിലേക്ക് വരും. ആ ഉപ്പ് പാടങ്ങളിലേക്ക് വന്നേച്ച് അത് അവിടെ സൺലൈറ്റിൽ ഡ്രൈ ആയിട്ട് ഉപ്പിലേക്ക് മാറും. അതായത് ഉപ്പ് കുറുക്കിയെടുക്കും. എന്നിട്ട് ആ സാധനം ഇതുപോലെ പർവ്വതങ്ങൾ പോലെ മലകളായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. ഇത് കൊണ്ടുപോയി ഫാക്ടറിയിൽ വീണ്ടും ഫിൽട്ടർ ചെയ്ത് പൗഡർ രൂപത്തിലുള്ളത്, കല്ല് രൂപത്തിലുള്ള, അങ്ങനെ പല രീതിയിൽ ഷേപ്പിലും ആക്കിയിട്ട് നമ്മളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യണത്. അതാണ് എനിക്ക് മനസ്സിലായ ഒരു സംഗതി. ഓക്കെ, നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഒരു 500 കിലോമീറ്റർ അകലെ, ഒരു 12 മണിക്കൂർ ഡ്രൈവാണ് ഇങ്ങോട്ട് എത്താനായിട്ട്. ഇത് ശരിക്കും തൂത്തുക്കുടിക്കടുത്ത് രാമനാഥപുരം. ഇവിടുന്ന് നമ്മുടെ ധനുഷ്കോടി ഉണ്ടല്ലോ, അങ്ങോട്ട് നിസ്സാര കിലോമീറ്ററേ ഉള്ളൂ. നിസ്സാരം എന്ന് പറഞ്ഞാൽ 19 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രഞ്ച്, അതായത് ഒരു കനാല്. ആ കനാലിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. നമ്മൾ ഈ വർക്ക് ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടുത്തെ പ്രൊജക്ട് മാനേജർ വിളിച്ചു. അപ്പം ഇന്ന പോലൊരു സംഗതി കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അയച്ചു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ലൊക്കേഷൻ ഒന്ന് കാണണം, സൈറ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിനു മുമ്പ് സൈറ്റ് കാണാൻ ഒരു ദിവസം വന്നു. ഇത് 1/2 കിലോമീറ്റർ നീളമുള്ള ഒരു കനാലാണ്. ഉപ്പുവെള്ളം സെഡിമെൻ്റ് അടിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് പോണ്ടിൽ വന്നിട്ട് അത് വിവിധ ഉപ്പുപാടങ്ങളിലേക്ക് പോകാനായിട്ടുള്ളൊരു കനാലാണിത്. അപ്പം ശരിക്കും വെള്ളത്തിൻ്റെ ഫ്ലോ കിട്ടാനും അതുപോലെ തന്നെ ഈ ലോസസ് ഒഴുകുമ്പോഴുള്ള ഒരു ലോസുകളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഷീറ്റ് ഇടുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ പാർട്ടിയോട് പറഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ചെയ്യാമോ? പിന്നെ ചെയ്തു ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് തുടങ്ങുവാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ട്രഞ്ചിൻ്റെ ഒരു എന്താ പറയുക, റോ ഫോം എന്ന് പറയില്ലേ, അതുപോലൊരു ഫോമാണ് കാണുന്നത്. മണ്ണൊക്കെ മാറ്റിയിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് ലെവൽ ചെയ്ത് 2 സൈഡൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ആദ്യം
ഇവര് എർത്ത് വർക്കൊക്കെ അവർ ചെയ്തു ആ ലെവലിനനുസരിച്ച്. അതായത് 500 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 1/2 കിലോമീറ്റർ ദൂരം വെള്ളം ഫ്ലോ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അതായത് ഒരു 100 മീറ്ററിന് 6 ഇഞ്ച് സ്ലോപ്പ് എന്നുള്ള കണക്ക്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡ് വരെ വരുമ്പോഴത്തേക്കും ഏകദേശം 630 ഒരു 2.5 അടി സ്ലോപ്പ് വരും സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എൻഡ് പോയിന്റ് വരെ. അപ്പോൾ ആ ലെവലിൽ എർത്ത് വർക്കൊക്കെ അവർ ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിനൊരു സപ്പോർട്ട് ഷീറ്റ് കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ഷീറ്റ് വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒറിജിനൽ ഷീറ്റ് ഇടാൻ പോവാണ്. ഒറിജിനൽ ഷീറ്റ് നമ്മൾ ഇത്രയും ലെങ്ത്തിൽ വരുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീസായിട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മൾ സൈറ്റിൽ വെച്ച് വെൽഡ് ചെയ്യാണ്. സൈറ്റിൽ വെച്ച് വെൽഡ് ചെയ്ത് അത് ഒറ്റ പീസായിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ ഇതിനെ ക്രോസ് ചെയ്ത് റോഡൊക്കെ പോകുന്നുണ്ട്. റോഡുണ്ട്. ആ റോഡിൻ്റെ അടിയിൽ ടണൽ അപ്പുറത്തേക്ക് വെള്ളം പോകാനുള്ള അതൊക്കെ ആ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വർക്ക് ഇച്ചിരി ടഫായിരുന്നിട്ട് നമ്മൾ വിചാരിച്ച മാതിരി ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. സംഗതി ഇപ്പം 3ാമത്തെ ദിവസമാണ്. എന്നെ സംഭവിച്ചാൽ ഒരു 10-15 ആള്, പിന്നെ ഞങ്ങളൊരു 3-4 ആള് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു മാലപ്പടക്കം പോലെ, അതായത് പടക്കം കെട്ടിയിട്ട് പോലെ ഇങ്ങനെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ടഫായിരുന്നു. പക്ഷേ അതിലുപരി നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. നമ്മൾ ഓരോ പുതിയ വർക്കുകൾ ചെയ്യുമ്പോൾ, പുതിയ ഫോമിലുള്ള ചെയ്യുമ്പോൾ, പതിവുള്ള കാര്യങ്ങളെല്ലാം പുതിയത് ചെയ്യുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി അല്ല, നമുക്കൊരു പുതിയൊരു കോൺഫിഡൻസ് കിട്ടുകയാണല്ലോ. അങ്ങനെ സംഗതി ഗംഭീരമായി. എനിക്ക് തോന്നുന്നത് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിക്കാണില്ല എന്ന് തോന്നുന്നു. ശരിക്കും ഇത് ഡ്രോൺ വെച്ചെടുക്കണ്ടായിരുന്നു. ഡ്രോൺ ഇല്ലെന്നേ, പിന്നെ എന്താ ചെയ്യാൻ. ഇത് ഈ കനാൽ എന്നാന്ന് വെച്ചാൽ 2 ഭാഗമായിട്ടാണ്. നമ്മൾ ഇപ്പം നേരെ കാണുന്ന ഭാഗം കഴിച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. റോഡ് നല്ല ടൺ കണക്കിന് വെയിറ്റുള്ള ലോറികൾ പോകുന്ന റോഡാണ്. അപ്പം ഈ അവിടം വരെ ചെന്നിട്ട് ഒരു ഫ്യൂമിങ് പൈപ്പ് ഈ റോഡിനടിയിൽ കൂടെ ഇട്ടേച്ച് അപ്പുറത്തുനിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഒരു 150 മീറ്റർ അഗെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജോയിൻ ചെയ്യാനായിട്ട് എളുപ്പമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ഇതൊരു 400 കിലോയ്ക്ക് മുകളിലുണ്ട് ഈ സംഗതി. ഇത് 10-15 ആളുണ്ട്. പിടിച്ചിട്ട് വല്ല രക്ഷയുണ്ടോ? പൊങ്ങുന്ന ട്രാക്ടറുണ്ടെന്ന്. ഇവിടെ കോമൺ ആയിട്ട് ട്രാക്ടറാണല്ലോ ഉള്ളത്. അപ്പം ട്രാക്ടർ ഉണ്ടോ, എത്തിപ്പോടാന്ന് പറഞ്ഞു. എവിടുന്ന് എല്ലാവരും കൂടെ പിടിച്ചിട്ട് ആനങ്ങണ്ട സംഗതി. അങ്ങനെ അവസാനം ക്രെയിൻ കൊണ്ടുവരാൻ തീരുമാനമായി. ക്രെയിനിൽ കയറ്റി ട്രാക്ടറെ വെച്ചിട്ട് അങ്ങേ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി അവിടുന്ന് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോരുക ചെയ്ത്. അതൊരു നല്ല രസികം പരിപാടിയായിരുന്നു. എന്തായാലും നമ്മളിത് കാണിക്കാൻ കാരണം കേരളത്തിൽ നമുക്കിത് ഉപ്പുപാടം എന്തായാലും ഉണ്ടാവില്ല, അതിനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ ഒരു മോഡല് എന്താ സംഗതി എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ അപ്ലിക്കബിൾ ആവുന്ന ഈ ഒരുപാട് ദൂരം കനാലൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഏരിയാസ് ഉണ്ടല്ലോ, വെള്ളം ഒരു തുള്ളി ലീക്ക് ചെയ്യാതെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഷീറ്റ് ലൈൻ ചെയ്യുക എന്നുള്ളത്. ഇതെൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ മണ്ണ് നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് ഷീറ്റ് ഇടാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫ്ലോ കിട്ടും. ഒരു കാരണവശാലും ഇത് ലീക്ക് വരില്ല. ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. നമ്മളിപ്പം ഇട്ടേക്കുന്ന 5 വർഷം വാറണ്ടി ഉള്ള ഷീറ്റാണ്. ഒരു 10 വർഷത്തിന് മുകളിൽ ലൈഫ് കിട്ടുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഗുണം എക്കണോമിക്കലായിട്ട് വളരെ നല്ലതാണ്, പിന്നെ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ ഈസിയാണ്. ഇതിപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയാൽ 1/2 കിലോമീറ്റർ ഈ ഒരു വീതിയിലും നീളത്തിലും കോൺക്രീറ്റ് ചെയ്യണമെങ്കിലുള്ള കോസ്റ്റ് ആലോചിച്ച് നോക്കി. ഇത് വല്ല നടപടിയാവോ? ഒടുക്കത്തെ ചിലവായിരിക്കും. അതിൻ്റെ എനിക്ക് തോന്നുന്നൊരു 40-1 വരുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ടാർപോളിന് ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജലസേചന വകുപ്പിനൊക്കെ പരീക്ഷിക്കാവുന്ന മെത്തേഡാണ്. വാട്ടർ ലോസ് ഒഴിവാക്കാനായിട്ട് ഇത് അപ്ലിക്കബിൾ ആക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് കിടക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. ഷീറ്റ് ഉണ്ടല്ലോ, ഉപ്പുവെള്ളത്തിൽ കിടന്നാലും ഒരു കുഴപ്പം വരില്ല. 5 വർഷം വാറണ്ടി ഉണ്ട്. ഒരു 10 വർഷത്തിന് മുകളിൽ നമുക്ക് ലൈഫ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഷീറ്റായത്. കാരണം ഇവിടെ ഉപ്പുവെള്ളമാണല്ലോ ഇതിൻ്റെ അകത്തോടെ കൊണ്ടുപോകേണ്ടത്. അപ്പം അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു ഷീറ്റാണിത് കേട്ടോ. അപ്പം നാട്ടിലാണെങ്കിലും കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന, ചെമ്മീൻ കൃഷിക്കൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പുള്ളൊരു ഷീറ്റാണ്. നല്ല അടിപൊളി സാധനമാണ്.
ഇനി സൈറ്റിലെ വർക്ക് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ഷീറ്റുകൾ, അതായത് ഇപ്പം വാട്ടർ സ്റ്റോറേജ്, വെള്ളം സംഭരിക്കാനായി ആയിക്കോട്ടെ, ഇനി മത്സ്യം വളർത്താനായിക്കോട്ടെ, ട്രക്കിനായിക്കോട്ടെ, ഇനി നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ പന്തലിനൊക്കെ വലിച്ചു കെട്ടാനുള്ള ഷീറ്റ് ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും ടാർപോളിൻ ഐറ്റം ആയിട്ടുള്ള എന്ത് സംഗതി ആണെങ്കിലും നിങ്ങൾ പറയുന്ന അളവിൽ 1 സെൻറ്റിമീറ്റർ പോലും കുറയാതെ കൃത്യമായിട്ട് സൈസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാനുള്ള ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മിസ് കോളിൻ്റെ അപ്പുറത്ത് ഞാനുണ്ടെന്നേ, അല്ലെങ്കിൽ ഞങ്ങളുണ്ടെന്നേ. അപ്പം ഈ സൗകര്യം മാക്സിമം ഉപയോഗിക്കുക. കാരണം നമ്മൾ സൈസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ കൃത്യം അളവിന് സംഗതി കിട്ടുവാണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് ഉണ്ടാവില്ല. മീൻസ് നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റം കൂടുതൽ ഏരിയ പോവുകയാണെങ്കിൽ നമ്മളുടെ പൈസ പോയി, കുറയുവാണെങ്കിൽ നമ്മുടെ ഉപയോഗം നടക്കില്ല. അപ്പോൾ കൃത്യം അളവിന് സാധനം കിട്ടുവാണെങ്കിൽ നമുക്കതുകൊണ്ട് പൈസയും സമയവും ഒക്കെ ലാഭമുണ്ട്. അപ്പോൾ മറക്കണ്ട. അയ്യോ, ഗ്രോ ബാഗും കൂടി ഉണ്ട്, അത് പറയാൻ മറന്നുപോയി. ഈ പച്ചക്കറി ഒക്കെ വെക്കാൻ, പിന്നെ പ്ലാസ്റ്റിക് ചട്ടിക്കൊക്കെ, നമ്മൾ ചെടിയൊക്കെ വളർത്താനായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ അല്ലേ മേടിക്കണേ. ഒരു 1-2 വർഷം കഴിയുമ്പോഴൊക്കെ അതിങ്ങനെ പൊടിഞ്ഞു പോകും, കളർ മാറും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളിൽ നല്ല അടിപ്പൻ ഗ്രോ ബാഗ് ഉണ്ട്, എറണാകുളം ഭാഷ പറഞ്ഞാൽ നല്ല അടിപ്പൻ ഗ്രോ ബാഗ് ഉണ്ട്. ഓക്കെ, പല അളവിലുണ്ട്, നല്ല അട്രാക്റ്റീവ് കളേഴ്സിലുണ്ട്. അപ്പം ഒന്ന് വിളിക്കുക, ഏത് നമ്മളുണ്ടതേ കൂടെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.